ഇന്ത്യൻ നാവികസേനയ്ക്കായി വൻ പദ്ധതികളാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ചൈനയുമായുള്ള സംഘർഷത്തിനിടയിൽ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ നാവികസേനയ്ക്കായി 7 നൂതന ഫ്രിഗേറ്റുകളുടെ നിർമ്മാണവും അതിന്റെ T-72 ടാങ്കുകൾക്ക് പകരം ആധുനിക ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ ആർമിയുടെ നിർദ്ദേശവും ഉൾപ്പെടെയുള്ള വൻ പദ്ധതികളാണ് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. അതായത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾക്ക് ശേഷം ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളായിരിക്കും പ്രൊജക്ട് 17 ബ്രാവോയ്ക്ക് കീഴിൽ 7 പുതിയ യുദ്ധക്കപ്പലുകൾ ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുന്നു. സ്വകാര്യ മേഖലയിലെ കപ്പൽശാലകൾ ഉൾപ്പെടെയുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യൻ കപ്പൽശാലകൾക്ക് ഏകദേശം 70,000 കോടി രൂപയുടെ ടെൻഡർ നൽകുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഈ ടെൻഡറിൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, ഗാർഡർ ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ലാർസൺ ആൻഡ് ടൂബ്രോ തുടങ്ങിയ കാറ്റഗറി എ കപ്പൽശാലകൾ ഉൾപ്പെടും. റഷ്യൻ വംശജരായ T-72 ടാങ്കുകൾക്ക് പകരം 1700 FRCVകൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിർദ്ദേശമാണ് ഈ യോഗത്തിൽ ചർച്ചയായത്. T-72 പകരം തദ്ദേശീയമായ FRCകൾ സ്ഥാപിക്കാൻ സൈന്യം പദ്ധതിയിടുന്നു. ഈ പദ്ധതി ഡിഫൻസ് അക്വിസിഷൻ നടപടിക്രമത്തിന്റെ മേക്ക് 1 നടപടിക്രമത്തിന് കീഴിലാണ് നിർമ്മിക്കുന്നത്. 60% തദ്ദേശീയമായ ഉള്ളടക്കമുള്ള ടാങ്കുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. കൂടാതെ ഭാരത് ബോർജ്, ലാർസൺ ആൻഡ് ടൂബ്രോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഏകദേശം 600 ടാങ്കുകൾ നിർമ്മിച്ച് ഘട്ടം ഘട്ടമായി FRCV പദ്ധതി പൂർത്തിയാക്കാനാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത്. ഉന്നതതല യോഗത്തിൽ 100 BMP-2 ഇൻഫൻട്രി കോമ്പാക്ട് വാഹനങ്ങൾ ഏറ്റെടുക്കാൻ സൈന്യം നിർദ്ദേശിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സേനയുടെ കവചിത റെജിമെന്റുകളെ നവീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മൊത്തത്തിലുള്ള FRCV പദ്ധതിക്ക് 50,000 കോടി രൂപയിലധികം ചെലവ് വരാൻ സാധ്യതയുണ്ട്. 1,00,000 കോടി രൂപയുടെ ഈ മെഗാ യുദ്ധ കപ്പലും യുദ്ധ ടാങ്ക് പദ്ധതികളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വമ്പൻ പദ്ധതി തന്നെയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.